നമസ്കാരം. ഒരു സ്ഥാപനത്തെയോ പ്രസ്ഥാനത്തെയോ പൂട്ടിക്കാൻ വളരെ എളുപ്പമാണ്. വിവരാവകാശ നിയമപ്രകാരം ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷ കൊടുക്കുകയും അത് വാർത്തയാക്കുകയും ചെയ്യുന്നതാണ് ഒരു രീതി. മനുഷ്യാവകാശ പ്രവർത്തകരെന്നും വിവരാവകാശ പ്രവർത്തകരെന്നും ഒക്കെ പറഞ്ഞ് രംഗത്തിറങ്ങുന്നവരുടെ ലക്ഷ്യം പണം തട്ടുക എന്നുള്ളതാണ്. എല്ലാ വിവരാവകാശ പ്രവർത്തകരും ഇക്കൂട്ടത്തിൽ പെടുന്നവരല്ല. സമൂഹത്തിന്റെ നന്മ ആഗ്രഹിച്ച് അഴിമതികൾക്കെതിരെ പോരാടുന്ന വിവരാവകാശ പ്രവർത്തകരുമുണ്ട്. വിവരാവകാശ നിയമത്തെ സമർത്ഥമായി ചൂഷണം ചെയ്യുന്ന ചിലരുണ്ട്. അതിലൊരാളെ കുറിച്ചാണ് ഇനി പറയുന്നത്. ധനകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ വ്യാജ പരാതി കൊടുക്കുകയും അത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം തട്ടുകയും ചെയ്യുന്ന റിട്ടയർ ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് കഥയിലെ വില്ലൻ. SP റാങ്കിൽ നിന്ന് വിരമിച്ച കോഴിക്കോട് വടകര സ്വദേശിയായ PA വത്സൻ ചില ധനകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ പരാതി നൽകി ഭീഷണിപ്പെടുത്തുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ പോലീസിന് നിരവധി സ്ഥാപനങ്ങൾക്കെതിരെ പരാതി നൽകിയ വത്സൻ അവരോട് പണം ആവശ്യപ്പെട്ടതായി അറിയാൻ കഴിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന വിവരം. കോഴിക്കോട് കല്ലാച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ന്യൂ ഇന്ത്യ ട്രാവൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെ വത്സൻ പരാതി നൽകിയിരുന്നു. നിക്ഷേപം സ്വീകരിച്ച് വഞ്ചിച്ചെന്നു കാട്ടിയാണ് പരാതി നൽകിയത്. പരാതി നൽകാതിരിക്കണമെങ്കിൽ പണം നൽകണമെന്നാവശ്യപ്പെട്ടെന്ന് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടവർ പറയുന്നു. പണം നൽകാൻ തയ്യാറല്ലാതെ വന്നതോടെയാണ് വത്സൻ പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ പരാതി വ്യാജമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. പിന്നീട് സൊസൈറ്റിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ ഭാഗമായി 2024 ഫെബ്രുവരി 15-ാം തീയതി സൊസൈറ്റിയിൽ 1200 രൂപയുടെ A ക്ലാസ് അംഗത്വം എടുക്കുകയും 25,000 രൂപ പ്രൊജക്റ്റിലേക്കായി അടയ്ക്കുകയും ചെയ്തു. എന്നാൽ ഇതിനിടയിൽ സൊസൈറ്റിക്കെതിരെ വത്സൻ അപകീർത്തികരമായ പ്രചാരണങ്ങൾ നടത്തുന്നത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതിനെ തുടർന്ന് 2024 മാർച്ച് 15-ന് ഡയറക്ടർ ബോർഡ് യോഗം ചേരുകയും വത്സന് അംഗത്വം നൽകരുതെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഇക്കാര്യം വത്സനെ രേഖാമൂലം അറിയിക്കുകയും അംഗത്വത്തിനും പ്രോജക്റ്റിനുമായി അടച്ച 26,200 രൂപ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പാളയം ബ്രാഞ്ചിലെ അക്കൗണ്ടിലൂടെ മടക്കി നൽകുകയും ചെയ്തു. പിന്നീട് സ്ഥാപനത്തെയും ജീവനക്കാരെയും അപകീർത്തിപ്പെടുത്തിയതിനും ഭീഷണിപ്പെടുത്തിയതിനും സൊസൈറ്റി ഭാരവാഹികൾ വത്സനെതിരെ പോലീസിൽ പരാതി കൊടുത്തു. തെളിവായി പണം മടക്കി നൽകിയ രേഖകളും നൽകി. പരാതിയിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി തുടർ നടപടികളിലേക്ക് കടക്കാനിരിക്കുമ്പോഴാണ് സൊസൈറ്റി നിക്ഷേപം സ്വീകരിച്ച് വഞ്ചിച്ചു എന്ന പരാതി വത്സൻ നൽകിയത്. പോലീസിൽ നിന്ന് വിരമിച്ചെങ്കിലും പോലീസിന്റെ സ്വാധീനം ഉപയോഗിച്ചാണ് ഇയാളുടെ പ്രവർത്തനമെന്നും ആരോപണമുണ്ട്. സ്ഥാപനങ്ങളെയും വ്യക്തികളെയും ഭീഷണിപ്പെടുത്തിയും സ്ഥാപനങ്ങൾക്കെതിരെ പരാതി നൽകിയുമാണത്രേ ഈ മുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രവർത്തനം. പല സ്ഥാപനങ്ങളും താൻ പൂട്ടിച്ചിട്ടുണ്ടെന്ന ഭീഷണി ഉയർത്തുന്നതോടെ കൂടുതൽ തർക്കത്തിനൊന്നും നിൽക്കാതെ ഒത്തുതീർപ്പിലെത്തുകയാണ് പലരും ചെയ്യുന്നത്. സ്ത്രീകൾക്കെതിരെ ഇയാൾ നടത്തിയ അതിക്രമ പരാതിയിലും പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. ന്യൂ ഇന്ത്യ ട്രാവൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപം സ്വീകരിക്കുകയോ പലിശ നൽകുകയോ ചെയ്യുന്നില്ല എന്നാണ് സൊസൈറ്റി ഭരണസമിതി വ്യക്തമാക്കുന്നത്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തിയ വത്സനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുകയാണ് സൊസൈറ്റിയുടെ ഭരണസമിതി. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.